കാണിച്ചിട്ടും ഒരു മാറ്റവും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതെല്ലാം വിട്ടേക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഈ വീഡിയോ ക്ഷമയോടെ കാണുക. നിങ്ങളൊരു ഗർഭിണിയാണെങ്കിലോ ഗർഭം ധരിക്കാനായിട്ട് തയ്യാറാവുന്ന വ്യക്തിയാണെങ്കിലോ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. മൈഗ്രെയിൻ രോഗിയായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ രോഗം അവളുടെ കുട്ടിയിലേക്ക് പകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളുടെയും പൊതു സ്വഭാവം എന്ന് പറയുന്നത് സെൽഫ് കെയറിന് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ സെൽഫ് കെയറിന്, അതായത് സ്വയം ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചികിത്സ എല്ലാം കാണിച്ചിട്ടും ഫലമില്ലാതിരിക്കുന്ന ആളുകളാണെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വേദനയെല്ലാം എന്നോട് കൂടെ തന്നെ മണ്ണടിയുള്ളൂ എന്നെല്ലാം തീരുമാനത്തിലൂടെ ചികിത്സകളും മരുന്നുകളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുമാവാം. ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തുമെല്ലാം ഹോമിയോപ്പതി മരുന്നുകൾ 100% സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗർഭകാലത്ത് ഈ വേദനകൾക്കുള്ള കൃത്യമായിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ എടുത്ത് ചികിത്സിക്കുകയോ അതല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ചികിത്സ എടുത്ത് ഈ വേദന മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെ ഭാവി തലമുറയെ ഈ വേദനയിൽ നിന്നും മറ്റും മാറ്റി നിർത്തുവാനായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. ചില ആളുകളിൽ ഗർഭകാലത്ത് ഒട്ടും തന്നെ മൈഗ്രെയിൻ തലവേദന വന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളിൽ ഗർഭകാലത്ത് എല്ലാം വേദനയായിരുന്നു എന്നും അസഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളും മരുന്നുകളും എല്ലാം കഴിക്കേണ്ടി വന്നു എന്നും സൂചിപ്പിക്കാറുണ്ട്. മൂന്നാമതൊരു കാറ്റഗറിയിൽ പ്രസവത്തിന് ശേഷം മാത്രം, അതായത് കുഞ്ഞ് പ്രസവിച്ച് മുലയൂട്ടുന്ന സമയത്താണ് ആദ്യമായിട്ട് ജീവിതത്തിൽ തലവേദന വന്നു തുടങ്ങിയതെന്നും അതിനുശേഷം ഇനി അങ്ങോട്ട് തലവേദന മാറിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ മൂന്ന് കാറ്റഗറിയിൽ ഏതിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.